ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജിംഗിൾസ് ആൻഡ് മാർവൽസ് കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും കുറേ ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നൈറ്റികളുണ്ട്, ഫ്രോക്ക് നൈറ്റി ഉണ്ട്, അതുപോലെ പലാസോ ഉണ്ട്, പിന്നെന്താ പറയുക, കുറേ ജ്വല്ലറീസ് ഉണ്ട്. അപ്പോൾ ഓരോന്നോരായിട്ട് എല്ലാ പേരും ഞാൻ പറയുന്നില്ല, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എൻ്റെ പേര് സോഫിയ ഫ്രാൻസിസ്, എൻ്റെ ചാനലിൻ്റെ പേര് സോഫീസ് ഗുഡ് ലൈഫ്. എന്നോട് എല്ലാവരും ചോദിക്കും ഏത് നമ്പറിലാണ് വാട്സപ്പ് അയക്കുന്നത്. ഈ സെയിം നമ്പറിലാണ് വാട്സപ്പ് അയക്കേണ്ടത്. അതുപോലെ പേയ്മെൻറ്റ് അയക്കേണ്ടതും ഇതേ സെയിം നമ്പറിൽ തന്നെ. അതുപോലെ രണ്ട് ഐറ്റംസ് എടുക്കണ എല്ലാവർക്കും ഫ്രീ ഷിപ്പിംഗ് ആണ്. ഏതെങ്കിലും ഒരു ഐറ്റം എടുക്കണ ഇത് വരുമ്പോൾ അതിന് 50 rupees എക്സ്ട്രാ വരും. കാരണം ഓരോ ഐറ്റം എടുക്കുമ്പോൾ അത് ഞാൻ അത്രയും വെയിറ്റ് കുറച്ച് സാധനങ്ങൾ ഓരോ ഐറ്റത്തിൻ്റെയും വില ഞാൻ വളരെ കുറച്ച് ഇടണ കാരണം കൊണ്ട് എനിക്ക് സിംഗിൾ ഐറ്റത്തിൻ്റെയും ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് തരാൻ പറ്റണില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഐറ്റം എടുക്കണവർക്ക് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണത്. സിംഗിൾ ഐറ്റം എടുക്കണവർ 50 rupees എക്സ്ട്രാ പേ ചെയ്യണം. ഏത് ഐറ്റം ആയാലും ഞാൻ എല്ലാം വില കുറഞ്ഞ ഐറ്റംസ് ആണ് നമ്മൾ സെല് ചെയ്യണം. നിങ്ങൾക്ക് അറിയാലോ, ജ്വല്ലറി ആയാലും അതുപോലെ ഡ്രസ് ആയാലും എല്ലാം വളരെ വില കുറച്ചാണ് നമ്മൾ റേറ്റ് ഇടുന്നത്. അതുകൊണ്ടാണ് പറയണത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എനിക്ക് കമന്റ്സിൽ ആരൊക്കെ ഇട്ടിരുന്നു ഫീഡിങ് കുർത്തി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട്. ഫീഡിങ് കുർത്തിയാണത്. നല്ലൊരു നെക്കൊക്കെ ആയിട്ടുള്ള വി നെക്ക് പോലെ വന്നിട്ടുള്ളത്. ഇതൊക്കെ ഫ്രീ സൈസ് ആണ് കേട്ടോ. ഉണ്ടാ എക്സൽ സൈസ് ഒക്കെയാണ് വരുന്നത്. ഫ്രീ സൈസ് എന്ന് പറയാം. ഫീഡിങ് കുർത്തിയാണ്. അതിന് കണ്ടോ, ഇവിടെ സിബ് ഉണ്ട്, 2 സിബ് ഉണ്ട്. ഒന്നും അറിയില്ല, ഫീഡിങ്ങിന് മാത്രമല്ല അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ പഫ് സ്ലീവ് ആണ് ഇത്. കണ്ടോ, കെട്ടി നമുക്ക് കറക്റ്റ് സൈസ് ആക്കണമെങ്കിൽ അതിന് പറ്റും. അതിന് നല്ല ഒരു മെറൂൺ പോലത്തെ കളറുമേ ചില പൂക്കളാണ് വന്നിരിക്കുന്നത്. അത് നല്ല അത്യാവശ്യം ലെങ്ത് ഉള്ളതാണ്. കണ്ടോ, കുർത്തി പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ ഫ്രില്ലോട് കൂടിയിട്ട് വന്നിരിക്കുന്നു. പുറകുവശം ഇങ്ങനെ വന്നിരിക്കുന്നു. അപ്പൊ ഫീഡിങ് കുർത്തി ചോദിച്ചിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് അത് ഓർഡർ ചെയ്യുക. ഫീഡിങ് കുർത്തി ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ട് കമന്റ്സ് കണ്ടിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രീ സൈസിൽ വരുന്ന കഫ്താനാണിത്. കണ്ടോ, കഫ്താനാണ് ഫ്രീ സൈസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇവിടെ കണ്ടോ, ഇത് വെച്ചിട്ട് നമ്മുടെ സൈസിന് വെച്ച് ചുരുക്കുകയാണ്. കണ്ടോ, സെന്ററിലൊരു കെട്ട് കണ്ടോ, ആ കെട്ട് വെച്ചിട്ട് ചുരുക്കുകയാണ്. അപ്പൊ നമുക്ക് നല്ല ലെങ്ത്, അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതാണ്. ട്രക്കിന്റെ മെറ്റീരിയലാണ്. നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ്. വലിയ പൂക്കൾ വന്നിട്ടുണ്ട്. സൈഡിൽ ലൈനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ പുറകുവശം ഇങ്ങനെ വരുന്നു. നല്ല യു നെക്കാണ്. ഇവിടെ പിടിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചുരുങ്ങി നമ്മുടെ സൈസിനാവും. അതിപ്പോ മീഡിയം തൊട്ട് ലാർജ് തൊട്ട് എക്സൽ തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ളവർക്കൊക്കെ ഇത് പാകാവും. നല്ല സൈസ് ഉണ്ട്. ഇത്രയും വിഡ്ത്ത് ഉണ്ട്. ഡബിൾ എക്സൽ അല്ല, അതിലും സൈസ് ഉള്ളവർക്ക് ഇത് പാകാവും. ഓക്കെ, കോഫി കളറുമാണ് ഈ പ്രിന്റ് വന്നിരിക്കുന്നത്. റെഡ് കളറിലാണ് വന്നിരിക്കുന്നത്. റെഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് മെറൂൺ കലർന്ന റെഡ്. അങ്ങനെ ഭയങ്കര ഒരു കുത്തണ റെഡ് അല്ല. റെഡിന്മേയാണ് ഈ ഡിസൈൻ വന്നുള്ളത്. അതും അതേ പാറ്റേൺ തന്നെ. അതിന്റെ പുറകുവശം ഇങ്ങനെ വരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ നമുക്ക് ഇത്രയും സൈസ് ഉള്ള കാരണം കൊണ്ട്, ഇത്രയും വിട്ടുള്ള കാരണം കൊണ്ട് വലിയ സൈസുള്ള ആളുകൾക്കും ഇത് പാകാവും. ഇതിങ്ങനെ കെട്ടി യൂസ് ചെയ്ത് ചുരുക്കി കൊണ്ടുവരാം. ചെറിയ കുട്ടികൾ മീൻസ് മീഡിയം തൊട്ടുള്ളവർക്കും ഇത് പാകാവും. അതുപോലെ തന്നെ നേവി ബ്ലൂ കളറിലുള്ള, ഇതിന്റെ കോഫി കളറൊക്കെ ഞാൻ സെല് ചെയ്തിരുന്നു. നേവി ബ്ലൂ കളറിലുള്ള, നേവി ബ്ലൂമ വൈറ്റ് ആണ് ഇതിന്റെ പ്രിന്റ് വരുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നതിനാണ് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല കോട്ടൺ ആണ് ഇതെല്ലാം കേട്ടാ. വൈറ്റ് പ്രിന്റ് കാണുന്നില്ലേ, ഫ്ലോറൽ ഒരു റോസ് ഫ്ലവറിന്റെ പോലത്തെ. കുറേം കൂടി നല്ലൊരു നൈറ്റിയാണ്. അതിന്റെ പാറ്റേൺ നല്ല ഭംഗിയുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും. കാരണം കണ്ടോ, ഇവിടെ ഒരു ഹെക്കോബ ഡിസൈൻ വന്ന് നല്ല ഫ്ലവേഴ്സ് പിടിപ്പിച്ചിട്ടുള്ളത് കണ്ടില്ലേ. ഇതും നൈറ്റി കട്ടാണ് വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു നെക്കാണ് ഇതിന്റെ. അങ്ങനെ വന്ന് ഫ്രില്ല് വന്നിരിക്കുകയാണ്. നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതിന്റെ ഫ്ലോറൽ ഡിസൈൻ ആണ്. ഇതൊരു വയലറ്റ് പോലത്തെ കളറിന് ബ്ലാക്ക് വൈറ്റ് അങ്ങനത്തെ ഒക്കെ കളറാണ് വന്നിരിക്കുന്നത്. അതിന്റെ തന്നെ നേവി ബ്ലൂ അല്ല, ഒരു ബ്ലൂയിഷ് കളറിന് ഡാർക്ക് കളറൊക്കെ വന്നിട്ടുള്ളതാണ്. അതേ പാറ്റേൺ തന്നെ. അതിന്റെ ആ നെക്കാണ് ഭംഗിയായിരിക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ള നെക്കല്ലേ. ഈ പിങ്ക് കളർ ഫ്ലവേഴ്സും വന്നിരിക്കുന്നു. ഹെക്കോബ തുണിയാണ് ഈ വെച്ചിരിക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പുറകുവശം ഇങ്ങനെ വരുന്നു. അതുപോലെ തന്നെ ഷോള് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ട് നല്ല വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഉള്ള ഷോളാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ലേ, ഇതിന്റെ ടാസിലൊക്കെ ഉണ്ട്. ഇതിന്റെ എൻഡിൽ ഇത് കാണും. നല്ല പിങ്ക് കളറ് ബ്ലാക്കുമ്മയാണ് വന്നിരിക്കുന്നത് കേട്ടാ. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സ്റ്റൈലായിട്ട് ഇടാം. പുറകിൽ നല്ല ലെങ്ത്തും വിഡ്ത്തൊക്കെ ഉള്ള ഇതാണ് കേട്ടോ. കണ്ട കാണാല്ലേ, നല്ല ഷോളാണ്, നല്ല സോഫ്റ്റ് ആണ്.
അടുത്ത ഷോൾ വരുന്നത് ഇങ്ങനത്തെ കണ്ടോ, എന്ത് രസമുള്ള കളറാണ്. അതുപോലെ തന്നെ ഒരു റെഡ് പോലത്തെ കളറ്, കുറച്ച് ലൈറ്റ് കളറുകളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. ആഷ് കളർ, ആഷ് അല്ല ക്രീം കളറ്. അതിന്റെ എൻഡ് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ. നല്ല ഭംഗിയുള്ള ഷോളുകളാണ്. ഇതൊക്കെ നമുക്ക് എല്ലാ ഡ്രസ്സിനും ചേരും. ബ്ലാക്ക് കളർ വന്നുള്ള ഇതൊക്കെ നമുക്ക് എല്ലാ ഡ്രസ്സിനും ചേരും. ബ്ലാക്ക് കളർ വന്നുള്ള കാരണം കൊണ്ട് നമുക്ക് കുറെ എണ്ണത്തിന് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ചുരിദാറുകൾക്ക് കേട്ടാ. അപ്പൊ ഇഷ്ടമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. 2 പാറ്റേണിലുള്ളത് ഉണ്ട്. ഇത് ഫ്രീ സൈസ് പാന്റാണ് വന്നിരിക്കുന്നത് കേട്ടോ. പോക്കറ്റ് ഉണ്ട്. ഇതിന് പുറകുവശം എലാസ്റ്റിക് ആണ്. നല്ല വിടുത്തുണ്ട്. സൈസ് ഉള്ളവർക്കും പാകവും അല്ലാത്തവർക്ക് ഇവിടെ ഇങ്ങനെ ചുരുക്കാനായിട്ട് സംഭവമുണ്ട്. കെട്ടി ചുരുക്കി അളവിനനുസരിച്ച് ഇടാം. ഉണ്ടോ, നല്ല ലെങ്ത് ഉണ്ട്. നല്ല മെറ്റീരിയൽ, നല്ല കോട്ടൺ മെറ്റീരിയൽ. ബ്ലാക്ക് ആണ് ഈ കളറ്. ഇതിന്റെ കളേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഈ കളറാണ്, ബ്ലാക്ക് കേട്ടോ. പലാസ പോലത്തെ ഗ്രീൻമേ വൈറ്റ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണണ്ടല്ലോ. ഫ്രീ സൈസ് ആണ് കേട്ടോ. അടുത്തത് വരുന്നത് നേവി ബ്ലൂമേ പ്രിന്റ് ആയിട്ട് കേട്ടോ. ഒരുപാട് ലെങ്ത്തിലല്ല കേട്ടോ ഇത് വരുന്നത്. എന്നാലും നല്ല അതൊരു ഫാഷനാണല്ലോ. ഭയങ്കര ഇറക്കത്തിലല്ലോ ഇപ്പൊ ഇത് വരുന്നത് കേട്ടോ. അത് എലാസ്റ്റിക് ആണ്, ഫ്രീ സൈസ് ആണ്. അടുത്തത് വരുന്നത് പിങ്കുമേ വൈറ്റ് പ്രിന്റ് ആണ് കേട്ടോ. ഉണ്ടോ. അടുത്തത് വരുന്നത് ബ്ലാക്കുമേ വൈറ്റ് പ്രിന്റ് ആണ്. നമുക്ക് പുറത്തു പോകുമ്പോൾ ഇടാം, വീട്ടിൽ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനത്തെ മെറ്റീരിയലും കുഴപ്പമില്ലാത്ത നല്ല മെറ്റീരിയലാണ്. അപ്പൊ ഇഷ്ടമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. 4 കളറിലാണ് വന്നിരിക്കുക. അപ്പൊ നമുക്ക് കുറച്ച് ജ്വല്ലറീസ് നോക്കാം കേട്ടാ. നല്ല ഭംഗിയുള്ള ജ്വല്ലറീസ് ഉണ്ട്. അപ്പൊ ഇഷ്ടമുള്ളതൊക്കെ ചൂസ് ചെയ്യുക. ഏതെങ്കിലും 2 ഐറ്റം എടുക്കാൻ ശ്രമിക്കുക. ജ്വല്ലറിയോ ക്ലോത്തോ ഏതായാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നല്ല ഭംഗിയുള്ളൊരു മാലയാണ് വന്നിരിക്കുന്നത്. ഗ്രീൻ ആൻഡ് റെഡ് കളറാണ് അതിന്റെ സെന്ററിൽ വന്നിരിക്കുന്നത്. ഞാനത് കയ്യിൽ വെച്ച് കാണിച്ചു തരാം. കാണുന്നില്ലേ, നല്ല ഭംഗിയുള്ള മാലയല്ലേ. ഇതൊക്കെ ഗോൾഡ് മേക്കപ്പ് പ്ലേറ്റഡ് ആണ്. കളർ പോണതാന്ന് വിചാരിക്കരുത് കേട്ടാ. ഇത് നല്ലൊരു ഗ്രീൻ ഹാങ്ങിങ് ആയിട്ടുള്ള ജിംകിയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കമ്മലല്ലേ. ഇതൊക്കെ ആർക്കും ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള കമ്മലാണ് കേട്ടാ. കളർ പോണ പ്രശ്നമില്ല. ഗോൾഡ് മേക്കപ്പ് പ്ലേറ്റഡ് ആണ്. അത്രയും നമ്മൾ ഉപയോഗിച്ച് ഇതാവണം, എന്നാലേ കളർ പോവുള്ളൂ. നല്ല ഭംഗിയുള്ള കോയിനാണ്. സാധാരണ 2 കോയിനായിട്ടാണ് നമ്മൾ കാണുക. കാശ് കമ്മൽ എന്ന് പറയുന്നത് 2 എണ്ണമായിട്ട് കാണുക. ഇതിന്റെ കേസിൽ ഇത് 3 എണ്ണം ഉള്ളതാണ്. അതിന്റെ മുകളിൽ ഒരു പിങ്ക് സ്റ്റോൺ ഉണ്ട്. നല്ലോണം കാത് നിറച്ച് കാണാനായിട്ട് പറ്റും കണ്ട. നല്ല ഭംഗിയുള്ള ലക്ഷ്മിയാണ് ഇതിന്റെ സെന്ററിൽ വന്നിരിക്കുന്നത്. ഇത് വരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കുറെ സെല് ചെയ്തിരുന്നത് പേള് ആയിട്ടുള്ള കമ്മലാണ് കണ്ട. നല്ല ഭംഗിയിലാണ്. നല്ല ഹാങ്ങിങ് പേളാണ്. നമുക്ക് കാതില് നിറഞ്ഞു കിടക്കുന്ന ഒരു ഐറ്റാണ്. എന്നാൽ ഒരുപാട് ഭയങ്കര വലുതുമല്ല, നല്ല ഭംഗിയുണ്ടായിരിക്കും. പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള കമ്മലാണ് കണ്ട. സ്ക്വയർ നന്നായി കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. പിങ്ക് സ്റ്റോൺ നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ. പിങ്ക് നമുക്ക് റൂബിയുടെ കളറൊക്കെ ആയിട്ടുള്ള ഇതിന് മാച്ച് ചെയ്തിട്ടൊക്കെ ഇടാൻ പറ്റും. ഇത് പേളിന്റെ മാലയാണ് കണ്ട. ഇടയ്ക്കിടയ്ക്ക് പേളായിട്ട് അരഞ്ഞാണായിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് ഞാൻ ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. ഇത് കിട്ടുമ്പോൾ നല്ലോണം മൂവ് ചെയ്യാറുള്ള ഒരു ഐറ്റാണത്. പേളിന്റെ മാലയാണ്. ഇതിന് മാച്ച് ചെയ്തിട്ട് നമ്മൾ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു കമ്മല് മാച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ. ജെൻസിന്റെ വളയാണ്. നല്ല സൈസൊക്കെ ഉള്ള വളയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വളയല്ലേ. അപ്പൊ ഇതൊക്കെ ഇഷ്ടമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. എല്ലാം ഗോൾഡ് മൈക്രോപ്ലേറ്റഡ്. കളർ കുറെ കഴിഞ്ഞ് പോയാൽ എന്നും ഇടാം. കുറെ നാൾ കഴിഞ്ഞ് ഇത് പോയാലും നമുക്ക് വീണ്ടും കളർ കയറ്റണമെങ്കിൽ കയറ്റാൻ പറ്റും. ഈ കമ്മലൊക്കെ ഞാൻ സ്ഥിരം ഇട്ടിരിക്കുകയാണ്. ഞാനിപ്പോ ദൂരണില്ല. ഇതൊക്കെ കുളിക്കുമ്പോഴായാലും നനഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ല. സപ്പോസ് നമ്മൾ പുറത്തൊക്കെ പോയി ഓരോ ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് വേർത്ത് വന്നിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കഴുകിയിട്ടാണ് വെച്ചാൽ മതി, ഉണങ്ങിയിട്ട്. മനസ്സിലായ? അല്ലാതെ കളർ പോവില്ല. അത് ഒരു ചെറുതായിട്ടുള്ള ഒരു ഗോൾഡ് പ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അലർജി വരില്ല, ഒന്നുമില്ല കേട്ടോ. ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഒരു ഹാങ്ങിങ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് കണ്ടോ. ഇങ്ങനെ നല്ല ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് കണ്ടോ. 4 ഐറ്റം മാത്രം. 4 ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈൻ ഒന്നും ഇല്ലാത്ത 4 ഐറ്റം കണ്ടോ. അതും ഒരു ചെറിയ ബ്രേസ്ലെറ്റ് ആണ് കണ്ടോ. അപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. 2.8 സൈസ് വരുന്നത് കേട്ടോ. 2.8 6 വളയാണത് കണ്ടോ. ഇങ്ങനെ എനിക്ക് പാകമുള്ള വളകളല്ലേ ഇത്. പണ്ട് കാലത്തൊക്കെ ഇങ്ങനത്തെ ഡിസൈൻസിൽ ഗോൾഡ് വളകളൊക്കെ കണ്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള വളയല്ലേ. അപ്പൊ ഇഷ്ടപ്പെട്ടതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത്
രണ്ട് ഐറ്റം ഏതെങ്കിലും ആയിട്ട് ഓർഡർ ചെയ്യുക. മെറ്റീരിയൽ ജ്വല്ലറി ആയാലും അതുപോലെ തന്നെ നൈറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാൻറ്റോ എന്തായാലും കേട്ടാ, രണ്ട് ഐറ്റം വെച്ചിട്ട് ഇതിന് മുന്നുള്ള വീഡിയോയിലും ചില ഐറ്റംസ് ഒക്കെ ബാക്കി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ളതാണെങ്കിൽ ചോദിക്കേണ്ടോന്ന് വാട്സപ്പിൽ ചോദിച്ചാൽ മതി. അപ്പൊ ഉണ്ടെങ്കിൽ അതായാലും മതി. ഓക്കെ, അപ്പൊ താങ്ക് യു, ബൈ.